പ്രൈസ് ദി ലോർഡ്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദവചനം വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യം. മറിയം ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ ദൈവവും നമ്മുടെ പിതാവുമായ നസറനായ യേശു ക്രിസ്തുവിൻ്റെ ശാരീരിക ജനനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്താൽ പ്രോഗ്രാം ചെയ്ത പദ്ധതിയുടെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിൽ ദൈവം തൻ്റെ ദാസിയാകുന്ന മറിയത്തോട് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം സംസാരിച്ച ദൈവവചനത്തെയാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. മനുഷ്യവർഗത്തോടുള്ള ബന്ധത്തിൽ ഈ പ്രവൃത്തി അതിശ്രേഷ്ഠവും അത്യുന്നതവുമാകുന്നു. പാപത്തിൽ ജനിച്ച മനുഷ്യന് ഉള്ളിൻ്റെ ഉള്ളിൽ പാപം ചെയ്യുവാൻ ആഗ്രഹമില്ലാതെ പാപത്തിനെതിരെ ജീവിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ പല ശ്രമങ്ങൾ നടത്തി പലതിലും പരാജയപ്പെട്ട് വിജയം പ്രാപിക്കാൻ കഴിയാതെ ഞെരുക്കങ്ങളിലും മാനസിക ദുഃഖങ്ങളിലും മാനസിക പിരിമുറുക്കങ്ങളിലുമായിട്ട് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കഴിയാതെ വന്നിട്ട് നമ്മളിൽ ചിലർ പാവം സംബന്ധിച്ചുള്ള വിഷയത്തിൻ്റെ പേരിൽ നിരാശകളും ഭാരങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നിട്ട് അതിനെ അഭിമുഖീകരിക്കാൻ കഴിയാതെ വരുന്നവർ ആത്മഹത്യ വരെയും ചെയ്ത് ജീവിതം പാഴാക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ നടുവിലേക്ക് മോക്ഷപ്രാപ്തി പ്രാപിക്കുവാൻ പല പല മാർഗങ്ങൾ അന്വേഷിച്ചിട്ടും ഒന്നിലൂടെയും ഒരു പൂർണ്ണ ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ ദൈവം അനുദപിച്ച ആദ്യ മനുഷ്യനോടും സ്ത്രീയോടും വാഗ്ദത്തം ചെയ്തനുസരിച്ച് തക്ക സമയമായപ്പോൾ, അതായത് ദൈവത്തിൻ്റെ സമയമായപ്പോൾ, മഹാദൈവം തന്നെ ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെടാൻ പോകുന്നു എന്നുള്ള ദൈവിക പദ്ധതിയുടെ ആ മഹൽ പ്രവർത്തനത്തിൻ്റെ ആരംഭ ദിവസം കർത്താവിൻ്റെ ദാസിയായ മറിയത്തിൻ്റെ അരികിലേക്ക് ഗബ്രിയേൽ ദൂതനെ അയച്ച സന്ദർഭമാണ് നമ്മളിവിടെ വായിച്ചത്. പ്രിയരെ, അതുകൊണ്ടാണ് യേശു മത്തായിയുടെ സുവിശേഷം 11 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എങ്കിലേക്ക് തിരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്താണ് അധ്വാനം? മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള അധ്വാനം. ഹല്ലേലൂയ. കഷ്ടം സഹിക്കേണ്ടതിന് കഷ്ടം സഹിച്ചുകൊണ്ട് പല മനുഷ്യരും സ്തോത്രം തീർത്ഥാടനങ്ങൾ നടത്തുന്നു, പള്ളികളിലും അമ്പലങ്ങളിലും മോസ്കുകളിലും യാത്ര ചെയ്യുന്നു. ആമേൻ. പിന്നെയും ചിലർ ഭക്ഷണ സാധനങ്ങൾ പാവങ്ങൾക്ക് കൊടുക്കുന്നു, അന്നദാനങ്ങൾ ചെയ്യുന്നു. നീതിപ്രവർത്തികൾ ചെയ്ത് മോക്ഷം പ്രാപിക്കേണ്ടതിന്, തങ്ങളുടെ പാപപ്രവർത്തികളിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടത് എങ്ങനെ, ഏത് വിധേന രക്ഷപ്പെടുമെന്ന് ആഗ്രഹിച്ച് ഭാരപ്പെട്ട് ദുഃഖിച്ചിരുന്ന മനുഷ്യവർഗത്തിൻ്റെ എല്ലാ ആഗ്രഹത്തിനും മറുപടിയായിട്ടാണ് അന്ന് കർത്താവായ ദൈവം ഈ പദ്ധതി തയ്യാറാക്കിയത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം എങ്ങനെ വായിക്കുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ സൗമ്യനും താഴ്മയുള്ളവനുമാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക്
ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദുലവും എൻ്റെ ചുമട് ലഘുവുമാകും. എപ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ മുഖം നമുക്ക് മൃദുലവും ചുവട് ലഘുവുമാക്കുന്നത്? അത് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. എങ്ങനെയാണെന്ന്: എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്താലോ, നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കൽ നമുക്കുണ്ട്. പിതാവിൻ്റെ വലത്തെ സൈഡിൽ നിന്ന് ബൈബിളില്ലേ പ്രിയരെ? പിതാവിൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ അടുക്കൽ നമുക്കുണ്ട്. എന്തിനാണ്? സ്തോത്രം, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. ഹല്ലേലൂയ. അപ്പം യേശുക്രിസ്തു എന്ന വക്കീൽ, യേശുക്രിസ്തു എന്ന ഉപനിധി, യേശുക്രിസ്തു എന്ന ഉപനിധി അവിടെ വിളിച്ചിരിക്കുന്ന പേരെന്താണ്? കാര്യസ്ഥൻ, അതായത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മഹത്വത്തിൻ്റെ വലത് സൈഡിൽ ഇരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ചുമട് ലഘുവാക്കുവാൻ, നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മോക്ഷപ്രാപ്തി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ ജനത്തിന് സ്തോത്രം, മുഖം മൃദുലവും ചുവട് ലഘുവുമാക്കി തീർക്കുവാൻ സർവശക്തൻ മഹത്വത്തിൻ്റെ വലതുവശത്തിരിക്കുക. അതുകൊണ്ട് പാപം ചെയ്യാൻ വേണ്ടി ഒരു ഉപാധിയാണ് ഇത് എന്നല്ല. തുടക്കത്തിലെ ദൈവം ദാസനായ യോഹന്നാൻ മുഖാന്തരം പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ, പാപം ചെയ്യാതിരിപ്പാനായത് നിങ്ങൾക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ പാടില്ല. ഒരുപക്ഷേ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും സാധിക്കാതെ അറിയാതെ പാപം ചെയ്തു പോയാൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ആരായി ഭാരപ്പെടേണ്ടാത്തത്? ദൈവത്തിൻ്റെ ദാസൻ ലേഖനം എഴുതിയത് ആർക്കാണെന്നറിയാമോ? എഫേസോസിലുള്ള വിശുദ്ധന്മാർക്ക്. എഫേസോസിലുള്ള വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം എന്ന് വെച്ചാൽ എഫേസ്യർ എന്ന് പറയുന്ന ദേശത്ത്, എഫേസ്യ ദേശത്ത് പാർത്തിരുന്ന വിശുദ്ധന്മാരെയാണ് എഫേസോസിലുള്ള വിശുദ്ധന്മാർ എന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫേസോസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനമാണ്. അപ്പം ഈ എഫേസോസിലുള്ള വിശുദ്ധന്മാരുടെ അടിസ്ഥാനം എന്താണ്? 1-ാം നൂറ്റാണ്ടിൽ, അതായത് AD 30 മുതൽ തുടങ്ങിയ ദൈവസഭയുടെ ആരംഭം മുതൽ സ്തോത്രം അപ്പോസ്തലനായ യോഹന്നാൻ്റെ മൃത്യു വരെയുള്ള പീരീഡിൽ ഒരേ ഒരു അടിസ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാ അടിസ്ഥാനം? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഈ ഒരു ഉപദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിലർ പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണെന്ന് 3000 പേരെ സ്നാനപ്പെടുത്തിയെന്ന്. സഹോദരങ്ങൾ പറയുന്നത് ശരിയാണ്, എൻ്റെ അഭിപ്രായത്തിൽ ശരിയാണ്. പക്ഷേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് പറഞ്ഞാൽ, നാമം എന്ന് മാത്രം പറഞ്ഞാൽ അത് ശരിയാവുന്നത് എങ്ങനെയാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പേരാണ്. പിതാവിൻ്റെ പേര് പിതാവെന്നല്ല, പുത്രൻ്റെ പേര് പുത്രനെന്നല്ല, പരിശുദ്ധാത്മാവിൻ്റെ പേര് പരിശുദ്ധാത്മാവൊന്നുമല്ല. വിശുദ്ധ തിരുവെഴുത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു, പിതാവിൻ്റെ പേര് യേശു എന്നാണ്. പിതാവിൻ്റെ പേര് കൊടുത്താണ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. ആകയാൽ മറിയത്തോന് കൊടുത്ത ദർശനപ്രകാരവും യോസഫിന് കൊടുത്ത സ്വപ്നപ്രകാരവും ജനിച്ച കുഞ്ഞിന് ഗബ്രിയേൽ ദൂതൻ്റെ ആജ്ഞ അനുസരിച്ച് യേശു എന്ന് പേരിട്ടു. എന്നിട്ട് യേശു പറയുകയാണ് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ, പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ പേരിൽ അവരെ കാത്തുകൊള്ളണം. യോഹന്നാൻ സുവിശേഷം 17-ന്റെ 11-ാം 2-ാം ഭാഗം. 2-ാം ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പരിശുദ്ധ പിതാവേ, അത് പറഞ്ഞ പരിശുദ്ധ പിതാവേ എന്ന് വിളിച്ചതിൻ്റെ ഭാഗത്ത് ഞാനൊരു അക്ഷരം കൂടെ കൂട്ടുകയാണ്, പരിശുദ്ധ പിതാവായ യേശുവേ എന്നാണ് അവിടെ വിളിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം. പരിശുദ്ധ പിതാവേ, ശിഷ്യന്മാർ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ പേരിൽ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ പിതാവിൻ്റെ പേരെന്താണ്? യേശു എന്നാണ്. ഈ യേശു എന്ന പേരിലാണ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പം പുത്രൻ്റെ പേരെന്താണ്? യേശു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചത് യോഹന്നാന്റെ സുവിശേഷം 14-ന്റെ 26-ാം വാക്യം, എങ്കിലും പിതാവ് എൻ്റെ പേരിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ അയച്ചത് യേശു ക്രിസ്തു എന്ന പേരിലാണ്. അപ്പം പിതാവായ ദൈവം തൻ്റെ പേര് കൊടുത്ത് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. പുത്രന് യേശു എന്ന് പേരിട്ടു.
യേശുവിനെ ദൈവം യോർദാനിൽ യോഹന്നാന്റെ കരങ്ങളാൽ സ്നാനപ്പെടുത്തിയപ്പോൾ അന്ന് അവനെ അഭിഷേകം ചെയ്തു. അപ്പോൾ യേശു ക്രിസ്തുവായി. ഈ യേശു ക്രിസ്തുവിൻ്റെ പേരിലാണ് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. ഇതറിയാതെ പറയുന്നതാണോ അറിഞ്ഞു പറഞ്ഞെന്നാണോ എനിക്കറിയത്തില്ല. കർത്താവാകുന്ന ദൈവത്തിൻ്റെ പത്രോസിൻ്റെ കൽപ്പന പ്രകാരവും മത്തായിയുടെ കൽപ്പന പ്രകാരവും പത്രോസിൻ്റെ കൽപ്പന പ്രകാരവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പേര് യേശു ക്രിസ്തു എന്ന് അപ്പോസ്തലന്മാർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ് എന്ന പാഠം അങ്ങനെ പറഞ്ഞുകൊണ്ട് പെന്തക്കോസ്ത് നാളിൽ സ്നാനപ്പെടുത്തിയില്ല. കാരണം അവരുടെ ആവശ്യമില്ലല്ലോ. അന്ന് പത്രോസ് ആജ്ഞാപിച്ചനുസരിച്ച് മത്തായി സുവിശേഷകനും അറിയാമായിരുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാകുന്നു എന്നും അത് പത്രോസ് ലീഹയ്ക്കും അറിയാമായിരുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പേര് യേശു ക്രിസ്തു ആകുന്നുവെന്ന്. അതുകൊണ്ട് 11 പേരുടെ നടുവിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് കൽപ്പന പുറപ്പെടുവിച്ചു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ, എന്നാൽ പരിശുദ്ധാത്മദാനം ലഭിക്കും. അപ്പോൾ ഈ കൽപ്പന എന്തുകൊണ്ടാണ് പത്രോസിനെ ദൈവം ഏൽപ്പിച്ചത്? അതിന് കർത്താവാകുന്ന ദൈവം പത്രോസിനോട് അവൻ്റെ കുടുംബപ്പേര് വിളിച്ചിട്ട് പറയാനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്വനായ എൻ്റെ പിതാവ് അത്രയും നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഈ ദൈവിക വ്യവസ്ഥ പ്രകാരം ദൈവം തൻ്റെ ദാസനാകുന്ന ശീമോനെ വാഗ്ദത്തം നൽകി പെന്തക്കോസ്ത് നാളിൽ പത്രോസ് എന്ന അഭിഷേകം പകർന്ന് അവൻ്റെ മേൽ കർത്താവിൻ്റെ കൃപ പകർന്നപ്പോൾ അവന് ലഭിച്ചിരിക്കുന്ന താക്കോൽ, താഴത്തെ വാക്യം എന്നാൽ മത്തായിയുടെ സുവിശേഷം 16:17 നമ്മൾ പറഞ്ഞു. 18-ാം വാക്യത്തിൽ പറയുന്നത്, സ്തോത്രം, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. 19-ാം വാക്യം പറയുന്നത്, സ്വർഗരാജ്യത്തിലെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടപ്പെടും, സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ അയച്ചിരിക്കും. ഈ വ്യവസ്ഥ പ്രകാരം സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ അന്ന് പെന്തക്കോസ്ത് നാളിൽ ശീമോൻ പത്രോസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ദൈവത്തിൻ്റെ സഭയ്ക്ക്, ഏതാണ് ദൈവത്തിൻ്റെ സഭ? കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്ത ആ ദൈവസഭ പെന്തക്കോസ്ത് നാളിലാണ് സ്ഥാപിതമായത്. അന്നു മുതൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ സഭയുടെ അവസാന നിമിഷം 1 തെസ്സലോനിക്കർ 4:16 അനുസരിച്ച് ഇവിടെ കയറി വരുവീനെന്ന് വിശുദ്ധ ദൂതൻ്റെ കാഹളത്തോടും മഹാകാഹളത്തോടും കൂടെ കർത്താവ് മധ്യാശം ഇവിടെ കയറി വരുവീനെന്ന് തൻ്റെ പേരിൽ സ്നാനപ്പെട്ട വിശുദ്ധന്മാരെ വിളിച്ചു ചേർക്കുന്ന സമയം അത് എൻ്റെ പീരീഡാണ്. അപ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാകുന്നു എന്ന് പത്രോസ് ലീഹയ്ക്കും അറിയാമായിരുന്നു, മത്തായി സ്ലീഹയ്ക്കും ശേഷമുള്ള 10 അപ്പോസ്തലന്മാർക്കും അറിയാമായിരുന്നു. യേശു ക്രിസ്തു എന്നാകുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരെന്ന്. സ്തോത്രം. അതുകൊണ്ട് അവർക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു. പത്രോസ് മാത്രം നിന്നുകൊണ്ട് ഒരു ദിവസം 3000 പേരെ സ്നാനപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയെങ്കിൽ അവിടെ 11 പേരും കൂടെ ഐക്യതപ്പെട്ട് നിന്നുകൊണ്ടാണ് അന്നത്തെ ദിവസം 3000 പേരെ സ്നാനപ്പെടുത്തിയത് യേശു ക്രിസ്തുവിൻ്റെ പേരിൽ. ഇന്ന് അത് വായിക്കുന്ന വിശുദ്ധന്മാരെന്ന് പറയുന്നവർക്ക് ഇത് വെളിപ്പെടാതിരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രാരംഭ നിമിഷമാണ് നമ്മൾ വായിച്ച കുറിവാക്യം. ദൂതൻ മറിയം ദൂതത്തിനോട് ചില കാര്യങ്ങൾ മുന്നമേ പറഞ്ഞതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ വായിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് മറിയം ദൂതനോട് പറയുക, ഞാൻ പുരുഷനെ അറിയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ ആര് വന്നെന്നായി പറയുന്നത്? പരിശുദ്ധാത്മാവും ദൈവശക്തിയും. ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് ദൈവശക്തി. കർത്താവാകുന്ന ദൈവം ശിഷ്യന്മാരോട് അപ്പോസ്തലർ പ്രവൃത്തി 1:8 പറയുന്നത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും
യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവിൻ. അവർക്ക് പെന്തക്കോസ് നാൾ വന്നപ്പോൾ കർത്താവ് എന്ത് അയച്ചു? ശക്തി അയച്ചു. അപ്പോസ്തലർ 2 പറയുന്നു, പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അവരുടെ മേൽ ആ അഗ്നിനാവ് പോലെ പിളരുന്ന നാവ് വന്നു. അതായത് ദൈവശക്തി അവരുടെ മേൽ അയച്ചു. അവിടെ എന്തോ സംഭവിച്ചു? പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, ദൈവശക്തി അവരുടെ മേൽ വിട്ടു. അങ്ങനെയാണെങ്കിൽ ദൈവശക്തിയെ തന്നെയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് തന്നെയാണ് ദൈവശക്തി. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുടെ ആരംഭം കുറിക്കുമ്പോൾ ദൈവം എപ്പോഴും തൻ്റെ ശക്തിയിലൂടെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതിൻ്റെ സ്പഷ്ടമായ ഒരു തെളിവാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ആകയാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ദൈവശക്തി. അപ്പം പരിശുദ്ധാത്മാവിലൂടെ എന്ത് വ്യാപരിക്കും? അവളുടെ ഗർഭപാത്രത്തിൽ ദൈവശക്തി വ്യാപരിക്കും. ആകയാൽ ഒരു ഉൽപാദനം നടക്കും. ആ ഉൽപാദനത്തിന് എന്ത് പേര് വിളിക്കപ്പെടും? ദൈവപുത്രൻ എന്ന പേര് വിളിക്കപ്പെടും. അപ്പം ദൈവപുത്രനാകണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനാൽ ജനിക്കണം, എന്നാലേ ദൈവപുത്രനാകത്തുള്ളൂ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 35-ാം വാക്യം എന്താ പറയുന്നത്? അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പൊ അത്യുന്നതൻ ആരാണ്? ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതായത് പിതാവായ ദൈവം ആരാകുന്നു? യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നത് സമരിയ സ്ത്രീയോട് പറയുകയാണ്, പിതാവ് ആത്മാവാകുന്നു, പരിശുദ്ധാത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു, പിതാവ് ആരാകുന്നു? ആത്മാവാകുന്നു. അപ്പം പിതാവായ ആത്മാവായ ദൈവത്തെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പുത്രൻ ആരാണ്? പരിശുദ്ധാത്മാവ് ശരീരത്തിൽ വെളിപ്പെട്ടതിനെയാണ് പുത്രൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പുത്രൻ എന്ന പദവി ലഭിക്കണം, എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് നമ്മിൽ വെളിപ്പെടണം, നമ്മിൽ പ്രത്യക്ഷപ്പെടണം, നമ്മളിൽ ജനിക്കണം. ഹല്ലേലൂയ. നമുക്ക് ദൈവപുത്രൻ എന്നൊരു പദവി ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരണം, ദൈവശക്തി നമ്മളിൽ നിഴലിടണം, നമ്മളിൽ ഒരു ജനനം നടക്കണം, എന്നാലേ നമ്മൾ ദൈവപുത്രനാകത്തുള്ളൂ. ഹല്ലേലൂയ. ഈ പറഞ്ഞിരിക്കുന്ന സന്ദർഭമോ ദൈവത്തിൻ്റെ സഭയുടെ സ്ഥാനാധിപതിയുടെ ശാരീരിക ജനനത്തെക്കുറിച്ചാണ്. നസറനായ യേശു ക്രിസ്തു ആരായിരുന്നു? ദൈവസഭയുടെ സ്ഥാനാധിപതി. ഏകദേശം BC 4-ാം ആണ്ടിലും 3-ാം ആണ്ടിനും ഇടയ്ക്കുള്ള പീരീഡിൽ കർത്താവാകുന്ന ദൈവം ഈ ഭൂമിയിൽ ജഡത്തിൽ ജനിച്ചു. AD 30-ൽ ഏകദേശം 33.5 വയസ്സിൽ കർത്താവാകുന്ന ദൈവം ക്രൂശിക്കപ്പെട്ടു. ആർക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടു? നമുക്ക് വേണ്ടി. അതിനു മുമ്പ് എന്ത് സംഭവിച്ചു? അന്ത്യത്താഴ സമയത്ത് ശിഷ്യന്മാരെ വിളിച്ചിരുത്തി അവരോടൊപ്പം പെസക കഴിച്ചിട്ട് കർത്താവ് ഒരപ്പമെടുത്ത് വാഴ്ത്തി അതിട്ട് ശിഷ്യന്മാർക്ക് നൽകി. എന്തൊരപ്പമാ കൊടുത്തത്? പുളിപ്പില്ലാത്ത അപ്പം. അപ്പം കർത്താവിൻ്റെ മേശയിൽ എങ്ങനെയുള്ള അപ്പമാ വേണ്ടത്? പുളിപ്പുള്ള അപ്പമല്ല, പുളിപ്പില്ലാത്ത അപ്പം. യേശു ക്രിസ്തുവിൻ്റെ മാതൃകയല്ലേ നമുക്ക് വേണ്ടിയത്? അതോ പിശാചിൻ്റെ മാതൃകയാണോ വേണ്ടത്? പ്രിയരെ, യേശു ക്രിസ്തുവിൻ്റെ മാതൃകയാണ് വേണ്ടതെങ്കിൽ നമ്മുടെ വിശുദ്ധ സഭായോഗമെന്ന ഉത്സവം ആചരിക്കുമ്പോൾ നമ്മൾ പുളിപ്പില്ലായ്മയിൽ ഉത്സവം ആചരിക്കണം. അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കണം? പുളിപ്പില്ലാത്ത അപ്പമെടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ചാണ് ശിഷ്യന്മാർക്ക് നൽകിയിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരമാകുന്നു. അങ്ങനെ യേശുവിൻ്റെ വിശുദ്ധ പാപമില്ലാത്ത ശരീരം ശിഷ്യന്മാർക്ക് പങ്കിട്ടു. അത് കഴിഞ്ഞിട്ട് വീഞ്ഞെടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ചിട്ട് കൊടുത്തു, ഇതൊന്ന് വാങ്ങി കുടിപ്പീൻ, ഇതെൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. അപ്പം യേശുവിൻ്റെ രക്തം ആർക്ക് കൊടുത്തു? ശിഷ്യന്മാർക്ക് കൊടുത്തു. അപ്പം യേശുവിൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമം ശിഷ്യന്മാർക്ക് കൊടുത്തു. അപ്പം യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവും ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് ശിഷ്യന്മാരിൽ നിന്ന് പാവ സംബന്ധിച്ചുള്ള ആദമിക ശരീരത്തെയും ആദമിക രക്തത്തെയും യേശു സ്വീകരിച്ചു. ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ ശരീരം പാവമായി തീർന്നു. ഇത് തന്നെയാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദോമസിനോട് പറഞ്ഞത്. മരുഭൂമിയിൽ മോശ
പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അത് ഉപമയാണ്. ആ ഉപമ നിവൃത്തിയായതെപ്പോഴാണ്? ആ അന്ത്യത്താഴ സമയത്ത്, പെസഹയുടെ ദിവസത്തിൽ കർത്താവാകുന്ന യേശുവിൻ്റെ വിശുദ്ധ ശരീരവും യേശുവിൻ്റെ വിശുദ്ധ രക്തവും ശിഷ്യന്മാർക്ക് പങ്കിട്ടിട്ട് ശിഷ്യന്മാരിലൂടെ ആദമിക രക്തവും ആദമിക ശരീരവും യേശു സ്വീകരിച്ചു. എന്നിട്ട് ഈ ആദമിക ശരീരത്തെയും ആദമിക രക്തത്തെയും കാൽവറി ക്രൂശിൽ തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന് യേശുവിനെ ക്രൂശിൽ തകർക്കുവാൻ ഇഷ്ടം തോന്നി. ദൈവം ഇതെല്ലാം എന്താണ് ചെയ്തത്? നമുക്ക്, അതായത് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ സ്ഥാനാധിപതിയായി നിന്നുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്തത്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവായ നസറനായ യേശു ക്രിസ്തു നമ്മുടെ ഉപനിധിയും ഉപനിധിയാകുന്നു. ഉപനിധി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാനാധിപതി, അംബാസഡർ. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു നമ്മൾക്ക് സ്ഥാനാധിപതിയായിട്ട് ജനിച്ചതാണ്. അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ സ്ഥാനാധിപതിയായി ജനിക്കുന്നതിൻ്റെ പ്രാരംഭ നിമിഷത്തിൽ ഉള്ള ദൈവിക ആലോചനയാണ് നമ്മൾ വായിച്ച ഭാഗങ്ങൾ. എന്താണ്? ദൂതൻ മറിയത്തോട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പം ഈ ദൈവപുത്രൻ എന്നുള്ള പദവി, അല്ലെങ്കിൽ ഈ ദൈവപുത്രൻ എന്നുള്ള സ്ഥാനം എങ്ങനെയാണ് യേശുവിന് ലഭിച്ചത്? യേശുവിന് ലഭിക്കാനുള്ള കാരണം പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ മനുഷ്യനായി വെളിപ്പെട്ടത് കൊണ്ടാണ്. മറിയം പ്രസവിച്ച കുഞ്ഞിന് യേശു എന്ന് പേരിട്ടപ്പോൾ ആ കുഞ്ഞിന് ലഭിച്ച പദവിയാണ്, ആ ശരീരത്തിൽ ലഭിച്ച പദവിയാണ് പുത്രൻ, ദൈവപുത്രൻ എന്നുള്ള പദവി. ഹല്ലേലൂയ. അപ്പം ഈ ദൈവപുത്രൻ എന്നുള്ള പദവി യേശുവിന് ലഭിച്ചതുപോലെ നമുക്കും ലഭിക്കുവാൻ ദൈവത്താൽ നിശ്ചയിച്ചിരിക്കുന്ന നിയമമാണ്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദൈവശക്തി നിങ്ങൾക്ക് ലഭിക്കും. അവിടെ ദൈവശക്തി എഴുതിയിട്ടില്ല, പരിശുദ്ധാത്മാവ് ദാനമേ എഴുതിയിട്ടുള്ളൂ. പരിശുദ്ധാത്മാവ് ശക്തി ആയതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതാണ്. പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയരെ, ഞാൻ പല ക്ലിപ്പുകളിൽ ഈ വിഷയം ദൈവം തന്ന വെളിപ്പാട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ഇപ്പോഴെങ്കിലും അത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും ഇത് കേൾക്കുന്ന സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. മറിയയുടെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്ന പ്രവൃത്തിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എപ്പോഴാണ് വരുന്നത്? നമ്മൾ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ ക്രൂശിൻ്റെ വചനം കേട്ട് പാവബോധം വന്ന് ഹൃദയത്തിൽ കുത്തുകൊണ്ടവർക്കാണ് മാനസാന്തരം വേണ്ടത്. അങ്ങനെ ആ മാനസാന്തരപ്പെട്ടവർ എന്ത് ചെയ്യണം? പാവങ്ങളുടെ മോചനത്തിന് ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അപ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ച് നമുക്ക് എന്തുണ്ടാകും? നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കും. നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കണം. എന്ത് വേണം? വചനം അഥവാ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന ദാനം വേണം. യോഹന്നാൻ 1:1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്ന, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. ഈ വചനമാണ് സ്തോത്രം ശരീരത്തിൽ വെളിപ്പെട്ടത്. അവൻ മുഖാന്തരം സകലം അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായി, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അവനെ പിടിച്ചടക്കില്ല. സ്തോത്രം മുമ്പിൽ വായിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം വചനമായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെട്ടതിനെയാണ് ദൈവപുത്രൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. വചനം ജഡമായി തീർന്നതാണ്. സ്തോത്രം. വചനം ജഡമായതാണ് ദൈവപുത്രൻ്റെ ജനനം. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ശരീരത്തിൽ വെളിപ്പെട്ടതാണ് സ്തോത്രം ദൈവപുത്രൻ്റെ ജനനം. അപ്പം ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവ് അഥവാ ദൈവവചനം ജഡത്തിൽ വെളിപ്പെട്ടതിനെയാണ് ദൈവപുത്രൻ്റെ ജനനം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ,
സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ തിരുവഴുത്തിൽ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ സ്വർഗത്തിൽ ആരും കയറിയിട്ടില്ല. അപ്പം മനുഷ്യപുത്രൻ എന്ന നിലയിൽ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഈ യേശു പറയുകയാണ്, മനുഷ്യപുത്രൻ എന്ന നിലയിൽ തന്നെ ഞാൻ സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു രഹസ്യവും സത്യവും പറയട്ടെ. മനുഷ്യപുത്രൻ എന്ന നിലയിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവനിൽ ഒരു ആത്മാവുണ്ട്. അതേ ആത്മാവ് തന്നെയാണ് നിക്കോദോമസിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇത് രണ്ടും രണ്ടാത്മാവല്ല, ഒരാത്മാവ്. ഇത് ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് രക്ഷയുണ്ടാകുന്നത്. ഒന്നുകൂടെ പറയാം, മനുഷ്യപുത്രൻ എന്ന നിലയിൽ ഭൂമിയിലും സ്വർഗത്തിലും ഒരേ വ്യക്തിക്ക് ഇരിക്കാൻ കഴിയും, ഒരേ ആത്മാവിൽ. അത് ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിനെ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ എന്ന നിലയിൽ ദൈവത്തിന് സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിയും. അതേ സമയത്ത് നിക്കോദോമസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ കഴിയും. ഈ നിക്കോദോമസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന അതേ ആത്മാവ് തന്നെയാണ് മനുഷ്യപുത്രൻ നിലയിൽ സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിൻ്റെ ആത്മാവ്. ഇത് രണ്ടും രണ്ടാത്മാവല്ല, ഇത് രണ്ടും ഒരാത്മാവാണ്. ഹല്ലേലൂയ. ഒരു എക്സാമ്പിൾ, മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട ഏതൊരു വ്യക്തിയിലും അവരുടെ ഹൃദയത്തിൽ വീണ്ടും ജനിക്കുന്നത് യേശു ക്രിസ്തു എന്ന ആത്മാവാണ്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കോടിക്കണക്കിന് വിശുദ്ധന്മാരുണ്ട്. ഈ കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെ ഹൃദയങ്ങളിലും യേശു ക്രിസ്തു എന്ന ഏകനാണ് വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നത്. അതേ സമയത്ത് സ്വർഗസിംഹാസനത്തിൽ മഹത്വത്തിൻ്റെ വലതുവശത്തും ഈ യേശു ക്രിസ്തു എന്ന ഏകൻ ഇരിപ്പുണ്ട്. അപ്പോൾ സ്വർഗസിംഹാസനത്തിൽ യേശുക്രിസ്തു എന്ന ഏകന് തൻ്റെ സിംഹാസനത്തിൽ യേശുക്രിസ്തു എന്ന പേരിൽ ഇരിക്കാൻ കഴിയുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെയും ഹൃദയത്തിൽ യേശുക്രിസ്തു എന്ന നിലയിൽ വീണ്ടും ജനനം പ്രാപിച്ച് ജീവിക്കാൻ കഴിയുമെങ്കിൽ നിക്കോദോമസിനോട് സംസാരിച്ചു നിൽക്കുന്ന അതേ വേളയിൽ സ്വർഗസിംഹാസനത്തിൽ തനിക്കിരിക്കാൻ പറ്റില്ലയോ? ഇത് രണ്ടും രണ്ടാത്മാവല്ല, ഇത് രണ്ടും ഒരാത്മാവാണ്. ഹല്ലേലൂയ. സ്വർഗസിംഹാസനത്തിൽ തൻ്റെ സിംഹാസനത്തിൽ മനുഷ്യപുത്രൻ എന്ന നിലയിൽ താൻ ഇരിക്കുന്നു എന്നാണ് നിക്കോദോമസിനോട് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിക്കോദോമസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നസറനായ യേശുക്രിസ്തു എന്ന നമ്മുടെ രക്ഷിതാവ് സ്വർഗസിംഹാസനത്തിൽ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു ആ സന്ദർഭത്തിൽ. അങ്ങനെയെങ്കിൽ സ്വർഗസിംഹാസനത്തിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന അതേ യേശുക്രിസ്തുവിന് ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെടുവാൻ കഴിയുമ്പോൾ തന്നെ ഇത് രണ്ടും രണ്ടാത്മാവല്ല, ഒരാത്മാവ് തന്നെയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല എന്ന് വിശുദ്ധന്മാരെ നമ്മൾ വിശ്വസിപ്പീൻ. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇന്ന് ഭൂമിയിൽ നടക്കുന്നത്. പ്രിയരെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവം ജഡം ധരിക്കാൻ വേണ്ടിയാണ് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ അവൻ മനുഷ്യനായി വെളിപ്പെട്ടത്. അങ്ങനെ മനുഷ്യനായി വെളിപ്പെട്ട് ഏകദേശം 30-ാം വയസ്സിൽ അവൻ മനുഷ്യനായി വെളിപ്പെട്ടിട്ട് മറിയം അവനെ പ്രസവിച്ച് ഏകദേശം 30-ാം വയസ്സിൽ മനുഷ്യവർഗത്തിനു വേണ്ടി ദൈവനീതി നടപ്പിലാക്കണം സ്നാനപ്പെട്ട് അഭിഷക്തനായി 3.5 വർഷം തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും വെളിപ്പെട്ടിട്ട് മനുഷ്യവർഗത്തിന് എല്ലാവരുടെയും പാവം സ്വന്തം ചുമലിൽ വഹിച്ച് മനുഷ്യന് വേണ്ടി അവൻ മരിച്ചു, അടക്കപ്പെട്ടു. അവൻ ഉയർത്തെഴുന്നേറ്റത് ആർക്ക് വേണ്ടി? മനുഷ്യന് വേണ്ടി. ഇപ്പോൾ മഹത്വത്തിൻ്റെ വലതുവശത്ത് അവൻ മനുഷ്യന് വേണ്ടി ഇരിക്കുന്നു. എന്തിനാ മഹത്വത്തിൻ്റെ വലതുവശത്ത് ഇരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ. എന്നാൽ മനുഷ്യനെന്ന തലത്തിൽ അവൻ മനുഷ്യനായി മനുഷ്യവർഗത്തിന് പ്രായശ്ചിത്തമായാൽ മാത്രമേ, നോക്കണം, ദൈവം ആത്മാവാകുന്നു, ആത്മാവായ ദൈവമാണ്.
ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചത്, അവൻ പാപം ചെയ്തു, അവൻ അനുദപിച്ചു, അവൻ രക്ഷിതാവിനെ അയക്കാമെന്ന് പറഞ്ഞു. അവൻ രക്ഷിതാവ് സമയമായപ്പോൾ കാലത്തിൻ്റെ പൂർണ്ണതയിൽ രക്ഷിതാവെന്ന രൂപത്തിൽ, വേഷത്തിൽ മനുഷ്യനായി, ഛായയിൽ മനുഷ്യനായി, ഭൂമിയിൽ അവൻ മനുഷ്യനായി വെളിപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? അവനൊരു തേജസ്വീകരണം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. അവൻ്റെ തേജസ്വീകരണത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുക എന്നുള്ളതാണ്. അവൻ ഹൃദയത്തിൽ ജനിക്കേണ്ടതിന് എന്തൊക്കെ വേണം? ആവശ്യം മറിയത്തിൻ്റെ ഗർഭപാത്രത്തിലെ അണ്ടവും ആമേൻ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയും അവിടെ ആവശ്യമായതുപോലെ നമ്മുടെ അനുസരണവും യേശുക്രിസ്തു എന്ന പേരിലുള്ള സ്നാപകൻ്റെ സ്നാനവും, ഒന്ന് നമ്മുടെ വിശ്വാസവും, ഒന്നാമത്തതും നമ്മുടെ വിശ്വാസവും അനുസരണവും ഒന്നായി ക്രമീകരിച്ചുകൊണ്ട് ദൈവം ചെയ്തത് നമ്മുടെ വിശ്വാസവും അനുസരണമെന്ന ദൈവത്തിൻ്റെ നിയമവും ദൈവത്തിൻ്റെ കൽപ്പനയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന അനുസരിക്കുക രക്ഷിക്കപ്പെടുന്നുള്ള പ്രമാണം. വിശ്വാസം വേണം, അനുസരണം വേണം. അപ്പം വിശ്വാസവും അനുസരണവും കൂടെ കേന്ദ്രീകരിച്ച് ഒന്നിൽ ക്രമീകരിച്ചിട്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ സ്നാപകൻ്റെ സ്നാനത്തോടു കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് തേജസ്വീകരിക്കപ്പെട്ട കർത്താവിന് വീണ്ടും ജനിക്കാൻ കഴിയും. അതിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ തിരുവെഴുത്തിലൂടെ നമ്മൾ കാണുന്നത്. പ്രിയരെ, ദൈവം മഹാദൈവമാണ്. എന്തിനാണ് ദൈവം ഇങ്ങനെ പദ്ധതി ഇട്ടതെന്നറിയാമോ? പാപത്തിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ. ഹല്ലേലൂയ. നമ്മുടെ തലയായവൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി പിശാചിൻ്റെ പ്രവർത്തികളെ അഴിച്ചു. എന്നിട്ട് അവൻ്റെ ഉടലായവരായ നമ്മളിൽ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ജഡം ധരിച്ചിട്ട്, വചനം നമ്മളിൽ ജഡം ധരിച്ചിട്ട്, അസ്ഥിയും മാംസവുമുള്ള ഈ ക്രൂശിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയത്തിൽ ജനിച്ച ആ ദൈവിക ബീജം അസ്ഥിയും മാംസത്തോടു കൂടി വളർന്ന് ശിരസ് ക്രിസ്തു എന്ന തലയോളം വളരുകയാണ് വചനത്തിൽ. ഈ വളർച്ചയിലൂടെ എന്താണ് സംഭവിക്കുന്നത്? പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കുക. നമ്മളുടെ ജഡമാണോ ഇത് ചെയ്യുന്നത്? അല്ല, നമ്മുടെ അകത്തെ മനുഷ്യനാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ജഡത്തിനും നിഗളിക്കുവാൻ ഇല്ലാത്തത്? അവകാശമില്ലാത്തത്. ഹല്ലേലൂയ, ആമേൻ. ഒരു ജഡവും നിഗളിച്ചു പോവാതിരിക്കേണ്ടത്. നമ്മുടെ സഹോദരൻ പൗലോസ് കോരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒരു ജഡവും തിരുസന്നിധിയിൽ നിഗളിച്ചു പോവാതിരിക്കേണ്ടതെന്ന് എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ നിഗളിച്ചു പോവാതിരിക്കണമെന്ന് എഴുതാനുള്ള കാരണം, നമ്മളിൽ ജനിച്ചു വളർന്ന് പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കുന്നത് ആരാകുന്നു? യേശു ക്രിസ്തു എന്ന ഏകനാകുന്നു. അപ്പം യേശു ക്രിസ്തു എന്ന ഏകൻ നമ്മളിൽ ജനിക്കുവാൻ നമ്മളുടെ വിശ്വാസവും അനുസരണവും ദൈവത്തിന് ആവശ്യമാണ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ അനുസരണവും. എന്താണ് വിശ്വാസം? യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് പാപബോധമുള്ളവൻ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിനായിട്ടുള്ള സമർപ്പണവും അതിനു വേണ്ടിയുള്ള ക്രമീകരണം. അങ്ങനെ ആമേൻ. നമ്മളെപ്പോലെ യേശു ക്രിസ്തുവിന് സ്നാനപ്പെട്ട ഒരു അഭിഷക്തൻ്റെ കരങ്ങളാൽ അദ്ദേഹം സ്നാനപ്പെടുത്തിയ പോരാ, അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് നമ്മളെ സ്നാനപ്പെടുത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അത്യുന്നതിൻ്റെ ശക്തി അയക്കുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിലൊരു ജനനം നടക്കുന്നു. ഈ ജനനം നടക്കുന്നത് നമ്മുടെ മഹത്തെ മനുഷ്യൻ്റെ ജനനമാണ്. അകത്തെ മനുഷ്യനാണ് പിശാചിൻ്റെ പ്രവർത്തികൾ അഴിക്കുന്നത്, അല്ല ജഡമല്ല. ജഡം അഴിക്കാൻ പോകുമ്പോഴാണ് അവിടെ തോൽവിയും പരാജയവും ഉണ്ടാകുന്നത്, നിഗളവും ഉണ്ടാകുന്നത്. തിരിച്ച് നമ്മുടെ അകത്തെ മനുഷ്യൻ സ്തോത്രം ആത്മാവിൽ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൽ ജനിക്കപ്പെട്ട അകത്തെ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ സ്വയമുണ്ടാവില്ല, നിഗളമുണ്ടാവില്ല. അവിടെ എന്തേ ഉണ്ടാകത്തുള്ളൂ? താഴ്മയും എളുമത്വവും. അതുകൊണ്ടാണ് യേശു മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞത്, ആമേൻ, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. സ്തോത്രം, ഞാൻ സൗമ്യനും താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? കർത്താവ് താഴ്മയുള്ളവനാകയാൽ യേശു കർത്താവ് സൗമ്യനും താഴ്മയും. എന്തൊക്കെയാണോ പ്രധാന വിഷയം? സൗമ്യത ഉണ്ടായിരിക്കണം, താഴ്മയുണ്ടാകണം. 37 സങ്കീർത്തനത്തിൽ പറയുന്നത് സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കുമെന്നാണ്. ഹല്ലേലൂയ.
സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത് സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം സൗമ്യനായിരിക്കുക, കർത്താവിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കണം. ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത് വരെയും കാത്തിരിക്കണം. സ്തോത്രം. കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പുതുക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചു വരും. എൻ്റെ പ്രിയരെ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത ഒരു ഉദ്ദേശ പൂർത്തീകരണത്തിലേക്ക്, അതിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതിന് സർവശക്തൻ്റെ കരങ്ങളിൽ, ബലമുള്ള കരങ്ങളിൽ താണിരുന്ന് വിശ്വാസ ജീവിതത്തിൻ്റെ എൻ്റെ പ്രാപിപ്പാൻ ദൈവമായ പരിശുദ്ധ പിതാവ് നിങ്ങളെ എന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.